ഹലോ മൻസൂർ അല്ലേ? മൻസൂർ. ആ മൻസൂറാണ്. പിന്നെ ഞങ്ങളൊരു വീഡിയോയിലെ ഒരു സംശയത്തിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. നെറ്റ് കുറവാണ്, സൗദിയിലാണ് വിളിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഷാജഹാൻ റഹ്മാനി ഫാത്തിഹയുടെ അപ്പം മാറ്റിയോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇയ്യാക്കനാബുദോ ഇയ്യാക്കനസ്താൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം വെക്കണില്ല എന്നുള്ളത്. ഇയ്യാക്കനാബുദോ എന്നുള്ളതിന്റെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ, ഇയ്യാക്കനസ്താൻ എന്നുള്ളതിന്റെ അർത്ഥം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണോ? വീഡിയോ നിങ്ങൾ കണ്ടോ? ആ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അല്ല, വീഡിയോ നിങ്ങൾ കണ്ടോ? വീഡിയോ കണ്ടു. ഞങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ടന്റ് വരെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിഹയുടെ അർത്ഥം മുറിച്ചു മാറ്റുന്നതിന്റെ പിന്നിൽ ആ വീഡിയോയിൽ അദ്ദേഹം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഫാത്തിഹ സൂറത്തിലെ 5-ാമത്തെ ആയത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറയുന്നുണ്ടോ? പറയുന്നില്ല. ഉണ്ടോ? ഇല്ലേ, ഇല്ലാന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ അർത്ഥം? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അത് അദ്ദേഹം അവിടെ പറയുന്നുണ്ടോ? ഇല്ലേ, പറയുന്നില്ലേ? അല്ല, നിങ്ങളിപ്പോ എന്തിനാ എനിക്ക് വിളിച്ചിട്ടുള്ളത്? പറയുന്നുണ്ട്, അവിടെ പറയുന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നത് നുണയെന്ന് പറയാനാ വിളിച്ചത്. അത് ശരി. അപ്പൊ അവിടെ അദ്ദേഹം ആ ഒരു അർത്ഥം അവിടെ പറയുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയണത്? അർത്ഥം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ ആയത്തിന്റെ ഫുൾ അർത്ഥം അയാൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ഇയ്യാക നഅ്ബുദു അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ കട്ട് ചെയ്തതാണ്. അവിടെ ഞാൻ കട്ട് ചെയ്തതാണോ? അവിടെ വീഡിയോയിൽ അതില്ല. സാഹിബ്, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ സാഹിബ്, വിഷയം പറഞ്ഞിട്ടുള്ള സമയമല്ല, പേരും അഡ്രസ്സും അല്ല ഇവിടെ വിഷയം. ഇത് പറയുന്നത് ഇസ്മായിൽ സാഹിബേ, ആ വീഡിയോയില് ടൈം അടക്കം അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണിക്കണില്ലേ? ഇല്ലേ? നിങ്ങളൊന്നും കൂടി ഒന്ന് കേട്ടോ. എവിടെ ഞാനത് കട്ട് ചെയ്തിരിക്കണത്? ടൈം അടക്കം കാണിക്കണത് ഇങ്ങനെ പറയുന്നവരുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ അതിന്റെ ടൈം അടക്കം കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താ പറയണെന്നറിയോ? നിങ്ങൾ ആ വീഡിയോന്റെ കണ്ടന്റ് ആയിട്ട് നിങ്ങൾ പറയുന്നത് ഷാജഹാൻ എന്നുള്ളത് പിന്നെ സമസ്തക്കാര് അങ്ങനെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിഹയുടെ അർത്ഥം പകുതി കട്ടു ഷാജഹാൻ അർത്ഥം വെക്കണമെന്ന് നോക്കി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ് അയാൾ ഓതുന്നത്. വയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ അർത്ഥം അയാൾ പറയണില്ല എന്നാണ് നിങ്ങളെ വീഡിയോന്റെ മെയിൻ പോയിന്റ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. Thank you. Yes. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും I'm here. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. What? എന്താണ് പ്രിയമുള്ളവരെ അദ്ദേഹം അവിടെ ചെയ്തത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് സൂറത്ത് ഫാത്തിഹയിലെ 5-ാമത്തെ വചനം ഓതിയിട്ട് അദ്ദേഹം അതിന് അർത്ഥം പറഞ്ഞത് എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുകയും, എന്നിട്ടൊന്ന് ശ്വാസം ഇടിക്കുകയാണോ തള്ളുകയാണോ ചെയ്ത് എന്നറിയില്ല. അതിനുശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചൊല്ലി. നിങ്ങളിപ്പോ ഞാൻ കട്ടുമുറിച്ചു എന്നല്ലേ ഇസ്മായിൽ സാഹിബെ പറഞ്ഞത്? ഇസ്മായിൽ സാഹിബെ, ആ വീഡിയോയിൽ തന്നെ അതിന്റെ ബാക്കില് അത് സമയം കക്കുന്നില്ല എന്ന് കാണിക്കാൻ ടൈം അടക്കം അത് വീണ്ടും കാണിച്ചിട്ടില്ലേ? ഇനി ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്നേക്കാം, അത് അദ്ദേഹം മുഴുവനായിട്ട് ഓതിയിട്ടുണ്ട്, നീ കട്ടുമുറിച്ചതാണ്, നീ മുറിച്ചു കട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില അടിമക്കണ്ണുകൾ, തലച്ചോറ് മുസ്ലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുത്ത അടിമക്കണ്ണുകൾ വന്നേക്കാം. എന്നാൽ ആ അടിമക്കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടിന്റെ ഈ പ്രോഗ്രാം ലൈവായിരുന്നു നടന്നിരുന്നത്. ആ ലൈവ് കണ്ട നാട്ടുകളിലുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ ഷെഫീഖ് സാഹിബാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. ആ ലൈവിലെ ടൈം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ലൈവ് ചിഹ്നം മുകളിലുണ്ടാകും, ചുവട്ടില് റെഡ് സർക്കിളില് ടൈം നോക്കുക. എവിടെയെങ്കിലും ഒരു സെക്കൻഡ് കട്ടുമുറിക്കുകയോ മുറിച്ച് കക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ പറയുന്ന പണി നാളെ മുതൽ ഞാൻ എടുക്കാം. ദാ കണ്ടു നോക്കൂ. إياك نعبد وإياك نستعين. Let's go. Yes? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും اهدنا الصراط المستقيم. Oh my gosh! നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈന് ഷാജഹാൻ മുസ്ലിയാർ പറഞ്ഞത് നിന്നെ മാത്രം ആരാധിക്കുകയും എന്ന് പറഞ്ഞിട്ട് ഈ സഹായം തേടുന്ന വിഷയം അവിടെ അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒഴിവാക്കിയിട്ടില്ല. ഇനി അയാൾ ഷാജഹാന്റെ ആ വീഡിയോ നിങ്ങൾ കേൾക്കി. ആ ഷാജഹാന്റെ വീഡിയോ അതിലുണ്ടല്ലോ. വീഡിയോ അല്ലേ? അല്ല സാഹിബ്, ഞാൻ വിട്ട ആ വീഡിയോയിൽ തന്നെ ഷാജഹാൻ പറയുന്ന വീഡിയോ ഉണ്ടല്ലോ. അതിലെവിടെ ഞാൻ മുറിച്ചിക്കണത്? ഇല്ല, അല്ല, ഷാജഹാൻ പറയുന്ന വീഡിയോ ഉണ്ട്. ഷാജഹാൻ പറയുന്ന വീഡിയോ നിങ്ങൾ വിട്ട വീഡിയോ ആണെന്ന് എന്തോർപ്പ്? ഷാജഹാൻ പറയുന്ന വീഡിയോ വീഡിയോ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാലോ. വീഡിയോ ഷാജഹാന്റെ വീഡിയോ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടിടാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. റഹ്മാനിർ റഹീം. അവൻ പരമകാരുണികനും കരുണാവാരിധിയുമാകുന്നു. മാലിക് യൗമിദ്ദീൻ. അവനാകുന്നു പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ഇനി ഞാൻ കട്ട് ചെയ്തു എന്ന് പറയുന്ന ഭാഗം കാണിക്കുമായിരുന്നു. ശ്രദ്ധിച്ചോ കട്ട് ചെയ്യുന്നില്ല. മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇസ്മായിൽ സാഹിബെ, നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് മൻസൂർക്ക ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആകത്തുക എന്താ? എന്റെ ഒറിജിനൽ വീഡിയോ കേൾക്കുന്നുള്ള ഇസ്മായിൽ സാഹിബെ ഷാജഹാൻ പ്രസംഗിക്കണം. അതിന്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഷാജഹാൻ പ്രസംഗിക്കുന്നതിന്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആയിക്കോട്ടെ. ഇസ്മായിൽ സാഹിബെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അങ്ങനെ ഞാൻ അവിടെ കള്ളത്തരം കാട്ടിയെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് ഞാൻ കള്ളത്തരം കാട്ടിയെന്ന് പുറത്തിടിയും. ഇനിയൊരു കാര്യം, നിങ്ങളൊന്ന് സബൂറാകും. ആ വീഡിയോയിൽ ഈ കാര്യം വിശദീകരിച്ചതിന് ശേഷം ഇതേ വിഷയം താങ്കൾ പറയുന്നത് പോലെ പറഞ്ഞു വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടൈം ആരോ മാർക്ക് ചെയ്തുകൊണ്ട് അത് റെഡ് സർക്കിൾ ചെയ്തുകൊണ്ട് വീണ്ടും ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ല? ഇനി ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്നേക്കാം, അത് അദ്ദേഹം മുഴുവനായിട്ട് ഓതിയിട്ടുണ്ട്, നീ കട്ടുമുറിച്ചതാണ്, നീ മുറിച്ചു കട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില അടിമക്കണ്ണുകൾ, തലച്ചോറ് മുസ്ലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുത്ത അടിമക്കണ്ണുകൾ വന്നേക്കാം. എന്നാൽ ആ അടിമക്കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടിന്റെ ഈ പ്രോഗ്രാം ലൈവായിരുന്നു നടന്നിരുന്നത്. ആ ലൈവ് കണ്ട നാട്ടുകളിലുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ ഷെഫീഖ് സാഹിബാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. ആ ലൈവിലെ ടൈം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ലൈവ് ചിഹ്നം മുകളിലുണ്ടാകും, ചുവട്ടില് റെഡ് സർക്കിളില് ടൈം നോക്കുക. എവിടെയെങ്കിലും ഒരു സെക്കൻഡ് കട്ടുമുറിക്കുകയോ മുറിച്ച് കക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി നാളെ മുതൽ ഞാൻ എടുക്കാം. ദാ കണ്ടു നോക്കൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ലെറ്റ്സ് ഗോ. Yes? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. Oh my gosh! നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ.
പിന്നെ ആ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് കേൾപ്പിച്ച് തരാം. അതിന്റെ നിങ്ങൾക്ക് ഒറിജിനൽ സംസാരിക്കുക. വീഡിയോയിൽ അതിനുള്ള നിന്ന് സമയം തരാത്ത പൊന്നു സാഹിബെ, അതിന്റെ ഒറിജിനൽ വീഡിയോയിൽ നിന്നാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളൊന്ന് സബൂറാകും. അതായത് അതിന്റെ ഒറിജിനൽ നിങ്ങൾ വാട്സപ്പിൽ വരുമോ? വാട്സപ്പിൽ ഞങ്ങൾക്ക് ആ വീഡിയോ വിട്ടുതരാം. ഇസ്മായിൽ സാഹിബെ, നിങ്ങൾ ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ? ഒന്നും ഉണ്ടല്ലേ ഇസ്മായിൽ സാഹിബെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. നിങ്ങളിതൊന്ന് കേൾക്കാനുള്ള മനസ്സിൽ ഞാനെന്തിനാ മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ വീഡിയോയിൽ ടൈം സഹിതം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവോ? നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കാം. നിങ്ങൾ ഒരു മിനിറ്റ് ഇസ്മായിൽ സാഹിബെ, പ്ലീസ് ദയവ് ചെയ്തിട്ട് അതാണ് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റൂല്ലോ. നിങ്ങളൊരു ആരോപണം പറഞ്ഞിട്ട് ആ വീഡിയോ ഈ പറയുന്നത് മുഴുവൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരും. വീഡിയോയിൽ നിങ്ങൾ ഈ സംസാരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വരും. ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ഞാനിത് ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നു, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വരും. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വരും എന്നാ പറയുന്നത്. അപ്പോ സെബാസ്റ്റ്യൻ മുന്നക്കലൊന്നല്ലല്ലോ വിഷയം. ഷാജഹാനല്ലേ, ഷാജഹാൻ മുസ്ലിയാരല്ലേ വിഷയം? ഞാൻ പറയുന്നൊന്ന് കേൾക്കി. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ആരോപണം അത് വസ്തുതാവിരുദ്ധമാണ് സാഹിബേ. ഫുൾ അർത്ഥം ഞാൻ കേൾപ്പിച്ച് തന്നാലോ? നിങ്ങൾ കേൾപ്പിക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്തിട്ട് റേഡിയോ ആകല്ലേ നിങ്ങളെ എന്റെ ഫോണിക്ക് വിളിച്ചിട്ട് നിങ്ങൾ ആരോപണം പറഞ്ഞാൽ അതിന് മറുപടി പറയാനുള്ള സാവകാശം നിങ്ങൾ നൽകണം. എന്ത് വർത്താനം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കട്ടുമുറിച്ചു നിങ്ങൾ പറഞ്ഞു. ഇല്ല, ഇന്റെ ആരോപണം എന്താന്ന് കേൾക്ക്. ഇന്റെ ആരോപണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് റഹ്മാനിന്റെ ഇത് കേക്ക് ഷാജഹാൻ റഹ്മാനിന്റെ വീഡിയോ എന്ന് പറഞ്ഞ് നിങ്ങളിട്ട വീഡിയോയിൽ ഷാജഹാൻ റഹ്മാനി ഇയ്യാക്കൻ അബ്ദു വയ്യാക്കൻ നസ്തഈൻ എന്നുള്ള ആയത്തിന് മുഴുവൻ അർത്ഥം വെക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തന്നാലോ? അതിന്റെ ഒറിജിനൽ വീഡിയോയിൽ. ശരി, ഞാൻ കേൾക്കാം. അതിനു മുൻപ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യണം. ഒരു മിനിറ്റ്. നിങ്ങൾ എപ്പോ കേൾക്കും? ഞാൻ ആ വീഡിയോ മുഴുവൻ കേൾപ്പിച്ചു തന്നാൽ ആ ആയത്തിന് ഫുൾ കേൾക്കാം. ഈ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇപ്പൊ കേൾക്കാം എങ്കിൽ എനിക്കൊരു മിനിറ്റ് കേട്ടിട്ട് അതിന്റെ മറുപടി പറയും. അത് കേട്ടിട്ട് അതിന്റെ മറുപടി നിങ്ങൾ ആരോപണം എന്റെ ഇസ്മായിൽ ഭായി, നിങ്ങളാണ് ഇപ്പൊ റേഡിയനായിട്ടുള്ളത്. അള്ളാൻ ഓർത്തിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് തരും എനിക്ക്. അത് നിങ്ങൾ കേൾക്കാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കേൾക്കി. ഞാൻ കേൾക്കാം. അതിന് മുൻപ് ഇസ്മായിൽ ഭായി, അള്ളാൻ ഓർത്തിട്ട് ഷാജഹാന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു വെച്ചാൽ അള്ളാൻ ഓർത്തിട്ട് ഒരു മിനിറ്റ് എനിക്ക് തരണം. ഇത് കേക്ക് ഷാജഹാൻ ഇസ്മായിലെ ഇന്നതാണത് പറയുന്നത്. ഷാജഹാന്റെ വീഡിയോ നീ കാണിച്ചത് തെറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കേൾക്കുന്നിട്ട് അതെന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടാ. ചെങ്ങായി ഒരു മിനിറ്റ് സമയം കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനോണ്ടിരിക്കണേ. ഒരു മിനിറ്റ് മുണ്ടാണ്ടിരിക്കോ? ഇല്ല, ഒരു മിനിറ്റ് ഞാൻ പറയുന്ന വീഡിയോ ഒന്ന് കേട്ടിട്ട് അതിന്റെ അവസ്ഥ എന്താന്ന് പറയും. ഞാൻ പറയുന്ന ഈ വീഡിയോ കേട്ടിട്ടുള്ളതിന്റെ അവസ്ഥ എന്താന്ന് പറയും. ഷാജഹാന്റെ റഹ്മാനിന്റെ ആ മുഴുവൻ വീഡിയോ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറയും. ഇതാ ഒന്ന് കേക്ക് ഇതാ കേക്ക് അർത്ഥം വെക്കണേ. കേൾക്കുന്നുണ്ടോ? താങ്കൾ പറഞ്ഞ പരമകാരുണ്യം കരുണാനിധി ഇതാ പ്രശ്നം. പരമകാരുണ്യം കരുണാനിധി അല്ല പ്രശ്നം. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തരുന്നു. അതാണ് വിഷയം. കേട്ടോ നിന്നോട് മാത്രം സഹായം ചോദ്യം ചെയ്യുന്നു. അടിപൊളി, വാ പോവാം. ഇസ്മായിൽ ഫോണും കട്ട് ചെയ്തിട്ട് കണ്ടം വഴിയോടി. പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലും ഇതിനു മുൻപ് ഇദ്ദേഹം പരാമർശിക്കുന്ന വീഡിയോയിലും വ്യക്തമായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് കേട്ട ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹം തുടങ്ങിയ സമയത്തെ എനിക്ക് മനസ്സിലായിരുന്നു അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്നുള്ളത്. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പൂർണ്ണമായിട്ട്
അർത്ഥം പറയുന്നുണ്ട് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപുള്ള ആയത്താണ്. അത് അദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട്. ഇതാ പറയുന്നു എന്ന് പറയുന്നു. പിന്നീട് ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത് ഓതുകയും അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്ത ഉടനെ അദ്ദേഹം കട്ട് ചെയ്ത് ഓടുകയാണ് ചെയ്തത്. ഒരിക്കൽ കൂടി ഇന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത ആ ഭാഗം ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി ആ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാം. ആ വീഡിയോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട്. ഇൻഷാ അല്ലാഹ് കേട്ടു നോക്കൂ. മാലിക് യൗമിദ്ദീൻ, അവനാകുന്നു പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ഇനി ഞാൻ കട്ട് ചെയ്തു എന്ന് പറയുന്ന ഭാഗം കാണും ഇയ്യാക ഇസ്മായിലെ. നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ശ്രദ്ധിച്ചോ കട്ട് ചെയ്യണില്ല. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം